ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ABF വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്ലൂ ഹെവൻ്റെ 2 പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ബ്ലൂ ഹെവൻ്റെ ലിക്വിഡ് ഫൗണ്ടേഷനും ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷനെ കുറിച്ചിട്ട് പറയാം. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. 275 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിന് നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോഴത്തേനും ഓഫർ ഉണ്ടാവും. പിന്നെ വന്നിട്ട് SPF 25 ആണ്, PA++ ആണ് ഉള്ളത്, മാറ്റ് ഫിനിഷ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ ഒരു ഞാനിതിപ്പോൾ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി, ഇപ്പോൾ ഏകദേശം ഒരു 1-2 മാസത്തോളമായി ഞാനിത് മേടിച്ചിട്ട്. പക്ഷെ വലിയ കാര്യമായിട്ട് യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ മാറ്റ് ഫിനിഷ് ആണെന്ന് പറയുന്നു, നല്ല കവറേജ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എൻ്റെ സ്കിന്നിന് ചേരാഞ്ഞിട്ടാണോ ഇനി എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിന് ഇങ്ങനൊരു ലോക്ക് ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ലൊരു പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് എടുത്തു. അതിനുശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ ബ്രഷോ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളത് ഇതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ ബ്രഷോ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിംഗർ വെച്ചിട്ടാണെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം നമുക്ക് ഇപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഇതിങ്ങനെ അടന്ന ഒരു ഫീലാണ് വരുന്നത് കേട്ടോ. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി ഈ എന്താ പറയുക, പൗഡറൊക്കെ ഇട്ടിട്ട് പിന്നെ ഒന്ന് വെള്ളം തെളിക്കുമ്പോഴത്തേനും കുറച്ച് ഭാഗങ്ങളിൽ ആ പൗഡറിൻ്റെ ഒരു ഇതുണ്ടാവും. കുറച്ച് ഭാഗങ്ങളിൽ വെള്ളം തട്ടി ആ ഒരു പോയി ഒരുമാതിരി പാണ്ട് വന്ന പോലെ ഒരു ഫീലാണ് നമുക്കിത് ഇട്ട് കഴിഞ്ഞാൽ. ഇനി എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. പിന്നെ ഞാനപ്പോൾ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മോയ്സ്ചറൈസറും കൂടെ ഇതിനകത്ത് തന്നെ മിക്സ് ചെയ്തിട്ട് ആണ് യൂസ് ചെയ്യാറ്. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനെ വലിയ ഒരു ഫിനിഷ് ഈ ഒരു ഫൗണ്ടേഷനിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഒരുവിധം ഞാനപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ നോക്കിയായിരുന്നു എന്താണ് അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരുവിധം ഒരു 85% ആൾക്കാർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ആർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ വന്നിട്ട് നമുക്ക് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് എനിക്കൊരു തീരാ വേദന എനിക്ക് പറയാനുണ്ട് ഗൈസ്. ഇതാണ് ലിപ്സ്റ്റിക്ക്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് ആയിരുന്നു. ഇതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൗഡർ ഫിനിഷാണ് ഇതിന് വരുന്നത്. ഹൈപ്പർ സ്റ്റേ വെയ്റ്റ്ലെസ് ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 135 രൂപയാണ്. നമുക്ക് അറൗണ്ട് 100 രൂപ 110 രൂപയ്ക്ക് നമുക്കിത് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. കടയിൽ നിന്നാണെങ്കിലും 135 രൂപയ്ക്ക് അടിപൊളി ഒരു ലിപ്സ്റ്റിക്ക് ആയിരുന്നു. ബട്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇവിടെയൊക്കെ ഇത് ലീക്കായി വരുന്നതാണ്. ആക്ച്വലി ഇതിനകത്തുനിന്ന് ഒരു വെള്ളം ഇങ്ങനെ ലീക്കാവുന്നു. ഇതിങ്ങനൊരു വെള്ളം പോലെ ലീക്കായി വരുന്നതാണ്. ഇതിൻ്റെ സ്മെല്ലിലും വന്നിട്ട് ഒരു വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. ഒരു എണ്ണയുടെയൊക്കെ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ ചീത്താവുമ്പോഴത്തേനുള്ളൊരു മണം, ആ ഒരു മണമാണ് വരുന്നത്. ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറിലും വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡേറ്റ് കഴിയാറായിട്ടില്ല. 2026 വരെയാണ് ഇതിൻ്റെ ഡേറ്റ് ഉള്ളത്. കാണാൻ പറ്റുന്നില്ല, എന്നാലും 2026 വരെയാണ് ഇതിൻ്റെ ഡേറ്റ് വരുന്നത്. പക്ഷെ കണ്ടില്ല, നമ്മൾ തൊടുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു വെള്ളം ലീക്കാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു അടിപൊളി ലിപ്സ്റ്റിക് ആയിരുന്നു. ഈ ലിപ്സ്റ്റിക്കിൻ്റെ മാത്രം കുഴപ്പമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ലിപ്സ്റ്റിക്കിൻ്റെ മാത്രം കുഴപ്പമായിരിക്കാനാണ് ചാൻസ്. കാരണം നല്ല ലിപ്സ്റ്റിക് ആയിരുന്നു. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഷെയ്ഡുമാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 12 ആണ്. ജിഞ്ചർ ബ്രൗൺ എന്ന് പറയുന്ന ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ഷെയ്ഡാണ്. നല്ല ഒരു മാറ്റ് പൗഡർ ഫിനിഷിൽ വരുന്ന ഒരു ഷെയ്ഡും കൂടി ആയിരുന്നു. പക്ഷേ ഇത് ചീത്തയായിപ്പോയി. അതിനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇനി കളഞ്ഞിട്ട് വേറെ മേടിക്കാനേ പറ്റുള്ളൂ. എന്നാലും നല്ലൊരു ലിപ്സ്റ്റിക് ആയിരുന്നു.
ഓക്കെ ബ്ലൂ ഹെവൻ്റെ നല്ലൊരു ലിപ്സ്റ്റിക് ആയിരുന്നു. പക്ഷെ ഇപ്പം ഇത് കൊള്ളില്ല. ഇനി എല്ലാ ലിപ്സ്റ്റിക്കും ഇങ്ങനെയാണോ, ഇതിന് മുന്നേ അല്ലെങ്കിൽ ഇതുപോലെ ചീത്ത ആയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം എൻ്റെ ആകെ ഒരു ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ലിപ്സ്റ്റിക്ക് മേടിച്ച ആർക്കെങ്കിലും ഇതുപോലെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം, അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് പിന്നെയും നമുക്ക് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഇപ്പോൾ 100-1 ഒരു കുഴപ്പം വരാലോ. അപ്പോൾ അതുപോലെ സംഭവിച്ചതായിരുന്നേക്കാം. അപ്പോൾ ഇതെന്താണെങ്കിലും അടിപൊളി ലിപ്സ്റ്റിക്കാണ്, മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ആയിരുന്നു. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും.